നമസ്കാരം ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹരമായ ഒരു ട്രഡീഷണൽ ലുക്ക് വരുന്ന ഒരു കണ്ടംപററി ഡിസൈൻ മിക്സ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ കുണ്ടാൻകടവ് ശങ്കർ നായർ റോഡിലാണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് ലൊക്കേഷൻ വരുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു വീട്ടിൽ എത്തിപ്പെടാനായിട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ എലിവേഷനും കാര്യങ്ങളും നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ട്രഡീഷണൽ ടച്ചും അതുപോലത്തെ ഒരു കണ്ടംപററി ഡിസൈനും മിക്സ് ചെയ്താണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് ഇതിനെ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനാക്കി നമുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു വീട് നമുക്ക് ചുടുകട്ടയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ചുടുകട്ടയും അതുപോലെ തന്നെ ഇതിൻ്റെ വുഡ് വർക്കെല്ലാം തന്നെ തേക്കിൻ തടിയിലാണ് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഒരു 4 ബെഡ്റൂം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വീടാണ്. അത്യാവശ്യം നല്ല വലിയ വിശാലമേറിയ സ്പേസും കാര്യങ്ങളൊക്കെ ബെഡ്റൂമിൽ തന്നെ വരുന്നുണ്ട്. 5.5 സെൻറ്റ് സ്ഥലത്ത് 2900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ നമുക്ക് കിടക്കാം. ഇത് നമുക്കൊരു വില്ല പ്രോജക്റ്റ് നടക്കുന്ന ഒരു ഏരിയയാണ്. ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് വരുന്ന ഒരു വില്ല പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. 40 വില്ല വരെ നമുക്ക് അടുത്തായിട്ട് ഈ വീടിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. ഈ കാണുന്ന റോഡ് നമുക്ക് ഇത്രയും വിശാലമേറിയ റോഡ് ഫ്രണ്ടിലുണ്ട്. ഇത് നമുക്ക് കംപ്ലീറ്റ് ടാറും കാര്യങ്ങളൊക്കെ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വലിയൊരു എൻട്രൻസ് നൽകിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ കോമ്പൗണ്ട് ഈ ഒരു എൻട്രൻസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത് എത്ര വലിയ വണ്ടിയായാലും സുഖമായിട്ട് എൻ്റർ ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ, ഫ്രണ്ടേജ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് വരുന്നത്. സുഖമായിട്ട് 2-3 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു മുറ്റത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് നമുക്കൊരു ചെറിയ ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ചെറിയൊരു ഗാർഡൻ പ്രൊവിഷന് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്പേസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫ്രണ്ടേജിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. സിറ്റ് ഔട്ടൊക്കെ നല്ല വിശാലമേറിയ ഒരു സിറ്റ് ഔട്ട്, റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നല്ല മനോഹരമായ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. 12x8 ഡയമെൻഷൻ വരുന്നൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത്. 2 സ്റ്റെപ്പ് നമുക്ക് എൻട്രൻസിൽ തന്നെ വരുന്നുണ്ട്. ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ആ സ്റ്റെപ്പ് മുഴുവൻ നമ്മൾ മാർബിളും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ടേജ് എൻട്രൻസ് ആണ് വന്നേക്കുന്നത്. ഈ എക്സ്റ്റൻഷൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനാക്കി ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ വരുന്ന വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമാക്കി ഒരു അടിപൊളിയായിട്ടുള്ളൊരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് തേക്കിൻ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറ് നമുക്ക് ഈ ഒരു വീടിന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് പോവാം. സിറ്റൗട്ടിൽ നമ്മൾ നേരെ ലിവിങ് ഏരിയയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ നല്ല വിശാലമേറിയ ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഈ പാനൽ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം 3 ഫേസ് ഇലക്ട്രിസിറ്റിയാണ് നമുക്കിവിടെ വീടിൻ്റെ ഇതിൽ ചെയ്തേക്കുന്നത്. നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. TV യൂണിറ്റ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളെല്ലാം പുറകിൽ ചെയ്തിട്ടാണ് നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലിയ TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും ഒരുക്കൊണ്ട് തന്നെയാണ് TV യൂണിറ്റ് ഏരിയ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളതും. താഴെ സ്റ്റോറേജ് സ്പേസും സൈഡിൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം വെച്ചാണ് നമുക്ക് ഒരു ലിവിങ് ഏരിയ കംപ്ലീറ്റ് ആക്കണത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വീടിൻ്റെ ഒരു ട്രഡീഷണൽ ലുക്ക് നമുക്ക് കിട്ടാൻ തക്ക രീതിയിലാണ് നമുക്ക് ഈ ഒരു ഇൻറ്റീരിയർ ഭാഗത്ത് നമുക്ക് ഈ ഒരു രീതിയിലുള്ള തട്ടുംപുറം എന്നുള്ള രീതിയിലുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ചെയ്തേക്കുന്നത്. അതിനകത്ത് സ്പോട്ട് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനാക്കി കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ലിവിങ് ഏരിയയുടെ സൈഡിൽ നമുക്ക് കിട്ടുമ്പോഴത്തേക്കും ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും 18x15 നമുക്ക് ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ട് പോവാം. അതിവിശാലമേറിയ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കൊണ്ട് തന്നെയാണ് ഡൈനിങ് ഏരിയ നമ്മൾ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇപ്പോൾ എത്ര വലിയ ഡൈനിങ് ടേബിൾ ആയാലും ഇവിടെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. 15x15 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ഏറിയ പ്രീമിയം രീതിയിലുള്ള ടൈൽസ് തന്നെയാണ് നമുക്ക് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് ലിവിങ് ഏരിയയിൽ കണ്ടതുപോലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് വരുന്നത്. നമുക്ക് സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനാക്കിയാണ് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് കോർണറിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ഫ്ലോട്ടിംഗ് മോഡൽ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെ നമുക്ക് ഒരു വാഷ് കൗണ്ടർ ഏരിയയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാക്കിലെല്ലാം നമുക്ക് നല്ല പ്രീമിയം രീതിയിലുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ വാൾ ടൈൽസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടിയിൽ ചെറിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചുടുകട്ട വെച്ച് പണിത ഈ ഒരു വീടിൻ്റെ
നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ ഡൈനിങ് ഏരിയയുടെ ചേർന്ന് കിടക്കുന്ന കിച്ചണിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിശാലമേറിയൊരു കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ ഉൾപ്പെടെയാണ് നമുക്ക് ഇത് വരുന്നത്. നല്ലൊരു കളർ തീമും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു കിച്ചൺ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. മോഡുലാർ രീതിയിലുള്ള വർക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു കിച്ചണിൽ പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്രിഡ്ജും കാര്യങ്ങളും വയ്ക്കാനുള്ള സെപ്പറേറ്റ് സ്പേസ് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ് നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല മാറ്റ് ഫിനിഷ് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളും നമുക്കിവിടെ വരുന്നുണ്ട്. 15x14 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ വരുന്നത്. നാനോ വൈറ്റിൻ്റെ സ്ലാബും കാര്യങ്ങളാണ് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് സ്ലാബിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ളത്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനാക്കി ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇവിടെ ഫുള്ള് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ഒരു കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളും. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി ചിമ്മിനിയൊക്കെ ഓൾറെഡി ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കാണാൻ പറ്റും. കിച്ചണിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയ വരുന്നത്. അത്യാവശ്യം വർക്ക് ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. 12x6 നമ്മുടെ ഈ ഒരു വർക്ക് ഏരിയ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രിപ്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ടൈൽസ് തന്നെയാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലും ഇതുപോലെ താഴെയുമായിട്ട് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു വർക്ക് ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് പണിയെല്ലാം ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഗ്രൗണ്ട് ഫ്ലോർ 2 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് പക്ഷേ നല്ല വിശാലമേറിയ വലിപ്പമുള്ള വീതിയുള്ള നല്ലൊരു ബെഡ്റൂം സൈസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് തന്നെയാണ് നമുക്കിവിടെ യൂസ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ബെഡ് സ്പേസ് വരുന്നിടത്ത് കംപ്ലീറ്റ് ആയിട്ട് ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് ഈ ഒരു മെത്തേഡിലുള്ള ഫോൾ സീലിംഗ് നമുക്ക് ചെയ്തിട്ടുണ്ട്. വുഡൻ പാനൽ വർക്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്താണ് തീർത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല പടുകൂറ്റൻ അടിപൊളിയായിട്ടുള്ള ഒരു വാൾ റൂഫ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. സ്ലൈഡിങ് ഡോറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ നമുക്ക് വരുന്ന മനോഹരമായൊരു വാൾ റൂഫ്സ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ ഒരു ഡ്രസ്സിങ് മിറർ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നല്ല വീതിയുള്ള ഒരു വിശാലമേറിയ ഒരു ഡ്രസ്സിങ് മിറർ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു ഏരിയ കൺവേർട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഏരിയയുടെ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഒരു സൈഡിൽ നമുക്ക് വാൾ റൂഫ്സും അതുപോലെ തന്നെ ഇപ്പോൾ സൈഡ് വലിയൊരു ഡ്രസ്സിങ് മിററും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഈ റൂമിൻ്റെ ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ടൈൽസും കാര്യങ്ങളും നല്ല ടോപ്പ് എൻഡ് വരെ നമുക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. കൺസീൽഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്ത് യൂസ് ആക്കിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ജാഗോറിൻ്റെ ഫിറ്റിങ്സ് ആണ് നമുക്ക് ഈ ബാത്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളും ഡ്രൈ ലാൻഡും വെറ്റ് ലാൻഡും സെപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസും കാര്യങ്ങളും ഒരുക്കൊണ്ട് തന്നെയാണ് 2ാമത്തെ ബെഡ്റൂം നമുക്ക് കംപ്ലീറ്റ് ആയി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ പാനൽ വർക്ക് നമുക്ക് ചെയ്ത് തന്നെയാണ് ഫോൾ സീലിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷൻ ആക്കിയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ബെഡ് സ്പേസ് വരുന്നിടത്താണ് നമുക്ക് ഈ ഒരു ഫോൾ സീലിംഗ് ചെയ്തേക്കുന്നത്. ആ റൂമിൽ കണ്ടതുപോലെ തന്നെ ഒരു വാൾ റൂഫ്സും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് മിററും നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണിതും. കൺസീൽഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സും അതുപോലെ തന്നെ ജാഗ്വറിന് നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് നമുക്കിവിടെ യൂസ് ആക്കിയിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ തേക്കിൻ തടിയിലെ വുഡ് വർക്കിലാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നല്ല മനോഹരമായ രീതിയിലുള്ള വർക്കും കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു ഹാൻഡിൽസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. മാർബിൾസും കാര്യങ്ങളും യൂസ് ചെയ്ത് നമുക്ക് ചെയ്ത് എടുത്തിട്ടുള്ള സ്റ്റെയർസ് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തെ മുകളിൽ നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ബട്ട് ഓപ്പോസിറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പർഗോള മോഡലിൽ ഡിസൈൻ വരുന്ന ഒരു വിൻഡോ ഇവിടെ വരുന്നുണ്ട്. അല്ലാതെ ഒരു ലോങ് ടൈപ്പിലുള്ള ഒരു വിൻഡോയും നമുക്കിവിടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ സ്റ്റെയർസ് കയറി നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ലിവിങ് ഏരിയയിലാണ് നമ്മൾ എത്തുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു സ്പേസും കാര്യങ്ങളും തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. 24x14 നമുക്ക് ഈ ഒരു
ലിവിങ് ഏരിയ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസും കാര്യം തന്നെയാണ് നമുക്ക് യൂസ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷൻ ആക്കി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ TV യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ നല്ല മനോഹരമായ വീതിയുള്ള വിശാലമേറിയ TV യൂണിറ്റ് ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെയും സൈഡിലുമായിട്ടും നല്ല മനോഹരമായ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ TV യൂണിറ്റ് ഏരിയ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. തേക്കിൻ തടിയിൽ പണി ചെയ്ത് തീർത്ത ഡോറാണ്. നല്ല വിശാലമേറിയ മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ല വീതിയുള്ള വിശാലമേറിയ നല്ല അടിപൊളിയായിട്ടുള്ള റൂം ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നമുക്കിവിടെ വരുന്നുണ്ട്. 26x14 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു റൂം സൈസ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ബെഡ് സ്പേസ് വരുന്നിടത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പാനൽ വർക്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷൻ ആക്കിയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. റൂമിൽ തന്നെ നല്ല മനോഹരമായ ഒരു വാൾ റൂംസ് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതൊരു മിററും ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്കിവിടെ വരുന്ന ഒരു വാൾ റൂംസാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഈ റൂമിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു ബാൽക്കണി നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് റൂമിന് വേണ്ടിയിട്ടുള്ള ഒരു ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് ആണ്. ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിൻ്റെ ഹാൻഡിൽസാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടൈൽസ് തന്നെയാണ് നമുക്കിവിടെ യൂസ് ആക്കിയിട്ടുള്ളതും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു റൂമിൽ വരുന്ന ഒരു ബാൽക്കണിയാണ് ഈ കണ്ടത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ താഴെ കണ്ടതുപോലെ തന്നെ കൺസീൽഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ബാത്റൂം ഫിറ്റിങ്സും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഈ ഒരു റൂമിലും ചെയ്തിട്ടുള്ളത്. സെപ്പറേറ്റ് നമുക്കൊരു വെസ്റ്റേൺ മോഡൽ രീതിയിലുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. വെറ്റ് ഏരിയയും അതുപോലെ ഡ്രൈ ഏരിയയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ജാഗോറിന് നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ 2ാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ വീടിൻ്റെ അവസാനത്തെ ബെഡ്റൂം 4ാമത്തെ ബെഡ്റൂമാണിത്. അപ്പോൾ ഇതും നമുക്ക് നല്ല വിശാലമേറിയ അടിപൊളിയായിട്ടുള്ള ഒരു റൂം സൈസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 24x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ അടിപൊളിയായിട്ടുള്ള ഒരു റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. 2 മാസ്റ്റർ ബെഡ്റൂമാണ് അപ്പം നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ കിട്ടുന്നത്. ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഒരു കോർണർ തന്നെ നമുക്ക് എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം താഴെ കണ്ടതുപോലെ തന്നെ നല്ല മനോഹരമായ വലിയൊരു വാൾ റൂംസും അതുപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് വലിയൊരു മിററും കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഡ്രസ്സിങ് ഏരിയ കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള. സ്പോട്ട് ലൈറ്റ് അവിടെ നമുക്ക് കംപ്ലീറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൂം സൈസ് നമുക്ക് നല്ല മനോഹരമായ ഒരു അട്രാക്റ്റീവായിട്ടുള്ള 2 റൂംസ് നമുക്കൊരു ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ വരുന്നുണ്ട്. ഈ ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ട് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് തീർത്തിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും അതുപോലെ പാനൽ വർക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഫോൾ സീലിംഗ് നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഇവിടെ നമുക്ക് കൺസീൽഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സും അതുപോലെ തന്നെ ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളും തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളാണ് യൂസ് ആക്കിയിട്ടുള്ളത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ ഒരു ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ബാൽക്കണി, വീടിൻ്റെ മെയിൻ ബാൽക്കണി നമുക്ക് ഈ ഒരു റൂമിലാണ് കിട്ടുന്നത്. അപ്പോൾ നേരെ നമുക്കിനി വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും. ബാൽക്കണി അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ബാൽക്കണി. ഇതിൻ്റെ ഹാൻഡിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റീലിലെ ഹാൻഡിൽസാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നല്ല നീളത്തിനുള്ള വിശാലമേറിയ ഒരു ബാൽക്കണി നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ഒരു ബാൽക്കണി കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷൻ ആക്കി വരുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് മാറി കുണ്ടോൻകടവ് ശങ്കർനായർ റോഡിൽ പണി ചെയ്യിപ്പിച്ച നല്ല മനോഹരമായ ഒരു ട്രഡീഷണൽ പ്ലസ് കണ്ടംപററി ഡിസൈൻ ഉൾപ്പെടുത്തിക്കൊണ്ട് പണി ചെയ്ത് തീർത്ത അടിപൊളിയായിട്ടുള്ളൊരു വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് ചുടുകട്ടയിലാണ് പണി ചെയ്ത് തീർത്ത അടിപൊളിയായിട്ടുള്ളൊരു മനോഹരമായ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീടെന്ന് പറയാൻ പറ്റും. പിന്നെ ഫുൾ വർക്ക് നമുക്ക് തേക്കിൻ തടിയിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 5.5 സെൻറ്റാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. 5.5 സെൻറ്റ് സ്ഥലത്ത് 2900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമാണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 1,55,00,000 നമുക്ക് ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 1.55 CR ആണ് നമുക്ക് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. തികച്ചും നെഗോഷ്യബിൾ ആയിട്ടുള്ളൊരു റേറ്റ് തന്നെയാണ് നമുക്കിത് വരുന്നത്.
അപ്പോൾ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമാണെങ്കിൽ, നിങ്ങൾക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ലോൺസും കാര്യങ്ങളൊക്കെ കസ്റ്റമറിൻ്റെ പ്രൊഫൈൽ ബേസിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.